ഹായ് ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. രാവിലെ 6 മണിക്ക് എന്നെ കൊണ്ട് എണീക്കാൻ പറ്റിയില്ല. ഞാൻ കിടന്നപ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ടായി. എഡിറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ നേരത്തെ കിടക്കാനൊക്കെ ശ്രമിച്ചാണ്, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആള് രാവിലെ 7 മണിയായപ്പോൾ പോയി എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ എണീച്ചില്ല, കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഞാൻ എന്താ റൂമിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് നോക്ക്, ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. ഇവിടെ ഒരു മ്യാവ് മ്യാവ് ഗാത്തോ പൂച്ചയുണ്ട്. മ്യാവ് മ്യാവ് ഗാത്തോ, മ്യാവ് മ്യാവ് ഗാത്തോ. നോക്ക് എന്ത് രസാ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ഒരു റിവർ ഒഴുകുന്നുണ്ട്, അവിടെ എല്ലാം ക്ലൗഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു മണാലി പ്ലസ് ഒരു വട്ടവട, ആ ഒരു ഫീലാണുള്ളത്. വയനാട്, വട്ടവട, മൂന്നാർ, ആ ഒരു ഫീല്. നോക്ക് നല്ല രസമല്ലേ. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് മഴ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ ഉണ്ടാവും. രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു, നല്ല രസമില്ലേ. അവിടെയൊക്കെ ഓരോ ഹോം സ്റ്റേയും ഇതൊക്കെയാണ് കാണുന്നത്. നോക്ക് അങ്ങ് ദൂരെല്ലാം കാണുന്നത് അങ്ങനത്താണ്, കുറേ ടൈപ്പ്. ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ തന്നെയാണ് കാണുന്നത്. നൈസാണ്. ഞാൻ എന്താ കാണിച്ചു തരാം. ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള വീടുകൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. തുറന്നോട്ടെ. ഇവിടെ നോക്ക്, ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അവിടെ ഒരു പൂച്ചയുണ്ട്. നോക്ക് ആ വീടൊക്കെ നോക്ക്, മലേൻ്റെ മുകളിലാണുള്ളത്. കണ്ടോ, മ്യാവ് ഗാത്തോ മ്യാവ് മ്യാവ്. വീഴും, ആ സൈഡിൽ കൂടെ വന്നിട്ട് വീഴും. കണ്ടോ ആ ഒരു വഴിയെല്ലാം കാണുമ്പോൾ. ഇവിടുത്തെ ഈ വീടൊക്കെ നോക്ക്, ഈ വീട് കാണുമ്പോഴും എനിക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കുറേ ഇന്ത്യയിലെ പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ, പിന്നെ നമുക്ക് തോന്നും ഇന്ത്യയിലെ പല പല സ്ഥലമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നും. ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവും. അതാണ് പ്രശ്നം. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ച സമയത്ത് ആൾ പറഞ്ഞു വണ്ടി വിടാം, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി റോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ട്രാൻസ്ലേറ്റിൽ ആളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. അവരിവിടെ അടുത്ത് എവിടെ ഉണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ, നല്ല പീസ്ഫുള്ളായിട്ട് ഭയങ്കര വൈബ് പ്ലേസാണ്. ഇന്ന് പിന്നെ സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സൈക്ലിങ്ങിനൊക്കെ ഇറങ്ങി. മൊത്തം പാട്ട് കണ്ടോ, എല്ലാവരുടെയും പാട്ട് വെച്ചിട്ടുണ്ടാവും. ഇവർ നല്ല പോലെ സൈക്കിൾ ചെയ്യുവേ, കുറേ കാണാൻ പറ്റുന്നുണ്ട്. വഴിയിലെല്ലാം സൈക്കിൾ ചെയ്യുന്ന ആൾക്കാരെ കാണാം. അത് നല്ല ഏജുള്ള ആൾക്കാരൊക്കെയാണ് സൈക്കിൾ ചെയ്യുന്നത്. അവിടുന്ന് ഇങ്ങനെ നടന്ന് ഞാനിത് നോക്ക്, നല്ല രസമുള്ളൊരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ആ ഒരു മണാലി ഫീലാണ് എനിക്കുള്ളത്. ആ ക്ലൈമറ്റ് ആണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ആ വെതറും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളത്. ലിഫ്റ്റ് അടിച്ച് നോക്കാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. ആള് വണ്ടി വിടാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ റിപ്ലൈ ഇല്ല. എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും. ആളവിടെ എന്തോ കേബിൾ കാർ ഉണ്ട്, ആ ഏരിയയിലാണെന്നാണ് പറഞ്ഞത്. ലിഫ്റ്റ് അടിച്ചിട്ടായാലും അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ, അതാ ഞാൻ നോക്കുന്നത്. അവിടെ നോക്ക് സൈക്കിൾ ചെയ്യുന്നത്. സൈക്കിളിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് സൈക്കിൾ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഹായ്. കേട്ടോ, എല്ലാവരും ഇവിടെ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരാണേ. അത് ഏത് പ്രായക്കാരാണെങ്കിലും അതിലെനിക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് തോന്നി. കാരണം എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ കൺട്രീസിലൊക്കെ പോയപ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും അങ്ങനെ ഇതാക്കുന്നത്. ആള് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എടുത്തോട്ടെ. ഓല അതൊന്തേ അതൊന്നേ ഞാനത് സംസാരിച്ചോട്ടെ. പുള്ളിക്കാരൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ ആ ഒരു റൂമിൻ്റെ ഓണറില്ലേ, ആളുടെ കയ്യിൽ പൈസ എല്ലാം കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ആള് പോയത് ഞാൻ എണീക്കുന്ന സമയത്ത് വരാൻ പറയാൻ. എനിക്കറിയില്ലായിരുന്നു. ഇപ്പം മെസ്സേജ് അയച്ചപ്പോഴാണ് പറയുന്നത്. അയ്യോ, ഇവിടെ ആൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നു. പിന്നെ ഞാൻ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസം. അവിടെ ഇങ്ങനെ നോക്കി നിന്ന് പോവും ഓരോ കാഴ്ചകളും. ചെറിയ ലോക്കൽ ഷോപ്പൊക്കെ ഉണ്ട്, ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ഉള്ളത്. ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ വിശക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ആളുടെ അടുത്ത് എത്തിയിട്ട് നോക്കാം. അവിടെ ഒന്നും കാണുന്നില്ല. ഒരു തമാലിസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ആളുടെ അടുത്തേക്ക് പോയോക്കാം. അവിടെ കുറേ അടിപൊളി സ്ഥലമുണ്ട് ഇതാണ് ആള് പറയുന്നത്. അങ്ങോട്ട് പോയാൽ തന്നെ അറിയുള്ളൂ. ഇപ്പോഴാണ് ബൈക്ക് വന്നത്. ഇത്ര നേരം ഞാനവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു 1 hour ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ആള് പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഇനി ലിഫ്റ്റ് അടിച്ച് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, വണ്ടി എന്തായാലും വിടും. വണ്ടി വിട്ടിട്ടുണ്ട്, പക്ഷെ ആള് വേറെ ഏതോ ട്രിപ്പിന് പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇതുവഴി കാണുമ്പോൾ എനിക്ക് ഊട്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പിട്ടിട്ടാ, നല്ല രസമുണ്ട്.
ഇവിടെ എല്ലാം കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇങ്ങനത്തെ മറ്റേ സാധനം, അയ്യോ അതിൻ്റെ പേര് ഓർമ്മ. പിന്നെ കുതിരേൻ്റെ പുറത്ത് കയറി പോവാം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ആൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കേബിൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാലോ, ഈ കേബിൾ കാറിൽ കയറിയിട്ട് എൻ്റെ അടുത്തേക്ക് അപ്പുറത്തേക്ക് വരാനാണ് പറഞ്ഞത്. ആൾ ഓൾറെഡി ഇവിടെ പൈസ എല്ലാം കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പുറത്തെ സൈഡിലുണ്ട് എന്ന് ആൾ പറഞ്ഞു. പക്ഷെ ഇവിടെ റേഞ്ച് 3G ആണ്. 3G ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടൊന്നും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഒരു 10 വട്ടം ഫ്ലൈറ്റ് മോഡ് ഇട്ട് ഓൺ ആക്കുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് കിട്ടുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ആ വീടുകൾ കണ്ടോ, അങ്ങ് ദൂരെ ആ വീടുകളുടെ അവിടെയാണ് കേബിൾ കാർ പോകുന്നത് വരുന്നതൊക്കെ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ കേബിൾ കാർ കയറാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൈസൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്താ 16,000, 25,000 അതൊക്കെയാണ് കാണുന്നത്. 4,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1. ഞാനിതാ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളാകെ 3 പേരേ ഉള്ളൂ. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. ഇത് അങ്ങോട്ട് സിപ്ലൈൻ പോലെ താഴത്തേക്ക് ഇറക്കാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഓപ്പോസിറ്റ് ഒരേ വെയിറ്റിലിരിക്കണോ, അതുകൊണ്ട് ഇവരോട് രണ്ടുപേരും ആ സൈഡിലിരിക്കാൻ പറഞ്ഞു. ഞാൻ നടുവിലിരുന്നിട്ടുള്ളത്. എൻ്റെ സൈഡിൽ വേറെ ആരുമില്ല. ഇപ്പോൾ സ്റ്റാർട്ടാവും തോന്നുന്നു. അങ്ങോട്ട് ക്ലിയർ ഇല്ല. ഈ ചില്ലുണ്ടല്ലോ അത് ബ്ലറായിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ നേരെ കാണാൻ പറ്റുന്നില്ല. ശരിക്കും പോലെ കാണണമെങ്കിൽ ഇത് നല്ല ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആണെങ്കിൽ അത് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാൻ പിന്നെയും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആള് തന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. അല്ല കൊമസ്താസ് ഓക്കെ. ആളെനിക്ക് ഉമ്മൊക്കെ തരുന്ന എപ്പോഴെപ്പോഴും എന്നെ കാണുമ്പോൾ ഉമ്മ വരും. ഓക്കെ. ഫുള്ള് ക്യാമറ ഒക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പ് ആയിട്ടാണല്ലോ ഉള്ളത്. ക്യാമറ ഓ ഇപ്പൊ വേറെ തന്നെ ലുക്ക് ആയിട്ടുണ്ട്. അടിപൊളി, ഫുള്ള് സെറ്റായി. കണ്ടാ ട്രക്കിംഗ് അടിപൊളി. നല്ല സ്നേഹമുള്ള മനുഷ്യര് ചുറ്റും. ഞാൻ ട്രാൻസ്ലേറ്റ് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റൂല. ഇവിടെ നോക്ക്, റെസ്റ്റോറൻറ്റ്സും കുറേ ബിൽഡിംഗ് ഒക്കെയാണ് കാണുന്നത്. നല്ല രസമുള്ള ആംബിയൻസ് ആണ്. എൻ്റെ ഡൗട്ട് അതല്ല, ഇപ്പം നമ്മൾ ഇതിലല്ലേ വന്ന് ബൈ റോഡോ എന്തെങ്കിലും ഉണ്ടോ അങ്ങോട്ട് വരാൻ? ഈ സാധനങ്ങളൊക്കെ എന്തായാലും കേബിൾ കാറിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും വഴി വളഞ്ഞു വരാൻ പറ്റുമായിരിക്കും. അത് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. കാരണം ഇത്രയും ഇതൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ? എല്ലാവരും ഫാമിലീൻ്റെ കൂടെ തന്നെ ഡോഗ്സ് എല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. എന്നെ അരൂന്ന് വിളിക്കുന്നു. Hola. Mucho gusto, qué pena. Estoy aquí. Sí, ¿cómo estás? Bien, bien, muy bien. Bueno, bienvenida. Poquito español. Poquito. Poquito español. Sí. Welcome. Gracias. Ok, bienvenida. Sí, vamos a dar una vueltica. Están y... en su casa. Gracias, Ramilito. Cafecito, coffee and tea. No, coffee, no. No coffee, no tea. Tea, red fruits. Yes. Tea, I don't drink coffee, tea, no. And tea. No, solo Okay. agua. Sí. Okay. Gracias. ഇവിടെ എവിടെ ചെന്നാലും നമ്മളെ നാട്ടിലെ പോലെ ചായയും കോഫിയും തരും. പക്ഷെ ഞാൻ കുടിക്കില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കില്ല. അതാണ്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കും, അയ്യോ അതെന്താ കുടിക്കാത്തതെന്ന്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പൂവെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലില്ലല്ലോ അങ്ങനത്തെ ഒരു പൂവ്. ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് കണ്ടോ? ആളെനിക്ക് രാവിലെ വീഡിയോ ഒക്കെ അയച്ചായിരുന്നു, കുറേ പൂമ്പാറ്റേൻ്റെ ഒക്കെ. അതെവിടെയാണെന്തോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും ക്യാമറയ്ക്ക് ആയിട്ട്. നോക്കി ഡോഗ് അതിനിവിടെ ജസ്റ്റ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? അടിപൊളി. അവിടെ ഇങ്ങനെ ക്ലൗഡ്സ് കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ടോ? ആ സ്ഥലത്താണ് ആക്ച്വലി ഈ ഒരു വോൾക്കാനോന്റെ ട്രക്കിംഗ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ കാണാൻ പറ്റില്ല. ഈവൻ അതിൻ്റെ മോൾ ഭാഗത്തെല്ലാം സ്നോ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ മൊത്തം ക്ലൗഡ്സ് മൂടിയത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അക്കി വോൾക്കാനോ ട്രക്കിംഗ് കണ്ടോ? ഒന്നും കാണാൻ പറ്റില്ല. ശരിക്കും അത്രയുള്ള ഹൈറ്റിലുണ്ടാവും, അത്രയുള്ള അതിൽക്കുള്ള ഹൈറ്റിലുണ്ടാവും. മൊത്തം മൂടിയാണ് കിടക്കുന്നത്. നമുക്ക് നല്ല രസമുള്ള ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റും നട്ടുച്ച സമയത്തും നല്ല തണുപ്പ്. ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഏരിയ. കുറേ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു പൂവാണല്ലോ. അവിടെ നോക്ക്, അതിൽ തന്നെ എന്തോരം തരത്തിലുള്ള കളറുകളാണ്, പല കളറുകളാണ്. നോക്ക്, റോസ്, വയലറ്റ്, പിങ്ക്, യെല്ലോ കണ്ടോ? ഓരോന്നിനും ഓരോ കളറാണ്. അതാണ് കണ്ടോ? വൈറ്റ് ഉണ്ട്,
പല പല കളേഴ്സ് ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടെ നോക്ക്, ഇതെല്ലാം ഒറിജിനലാണേ അവരിങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്. നല്ല രസമുള്ള പൂക്കളാണെല്ലാം. ആളെന്നെ അവിടെ ഇങ്ങനെ നടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. കേ നോ ഇമ്പോർട്ടൻ്റ കെ അർബാന സേ തു വിത തു കൃപ സിയംപ്രെ എന്താന്നറിയില്ല. രസമുള്ള ഗാർഡൻ. ഇവിടെ നോക്ക് ഹാമോക്കിലൊക്കെ നമുക്ക് ഇരുന്ന് ആടാം. മരം വെച്ചിട്ടാണ് അവർ ടേബിളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെ എല്ലാം നമുക്ക് മയിലിനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ മയിലെല്ലാം വരാറുണ്ട്. കാട്ടുപന്നി മയിലൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ഓടാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമ്പിൻ്റെ സ്റ്റേ ഒക്കെ ഉണ്ട്. നോക്ക് അവിടെ ക്യാമ്പ് ചെയ്തേക്കുന്ന കണ്ടില്ലേ, ആ ഒരു ഇതെല്ലാം ക്യാമ്പ് ചെയ്യാനുള്ള ഇതാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടോ കൂടുതൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇത് നമ്മളെ യമു അല്ലേ, ഇത് വലുതാ നോക്ക്. ഇതിൻ്റെ മുട്ട കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എത്ര വലുതാ, ഇതിൻ്റെ മുട്ട അതുപോലെ വലുതായിരിക്കും. കണ്ടില്ലേ, ഒരു സൂല് പോയ ഫീലിപ്പോൾ. അതെല്ലാം കൊത്തി തിന്നുന്ന കണ്ടിട്ട്. ഒരെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് സ്ഥലത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, ഫിൻകാല റിവേറ. നോംബ്രെ നോംബ്രെ സി സി നോംബ്രെ എന്ന് പറഞ്ഞ നെയിം, അതാണ് പേര്. പിന്നെ അവിടെ കുതിര ഉണ്ട് ഇഷ്ടംപോലെ. വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ കുതിരപ്പുറത്ത് കയറിയിട്ട് പോകുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ. ആളെ പേടിപ്പിക്കാൻ കുതിര കരഞ്ഞതാ. നോക്ക് അവിടെയൊക്കെ നോക്ക്, അവിടെ ഓരോ ഹോം സ്റ്റേസ് ആണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോം സ്റ്റേസ് ആണ് കാണുന്നത്. അവിടെ ഒരെണ്ണം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഉണ്ടോ, പല ഷേപ്പിലാണ് ഉള്ളത്. ഇത് നോക്ക്, കുടുകുടൂന്നിരിക്കുന്ന റാബിറ്റാണ് കാണുന്നത്. നല്ല രസമുണ്ട്, പഞ്ഞി പോലെ ഉണ്ട്. തണുപ്പുള്ള ഏരിയയിലായതുകൊണ്ടാണ്. അതിൻ്റെ മൂക്ക് നോക്ക്, അയ്യ എന്ത് രസമാണ് കാണാൻ. കൊള്ളാം. എല്ലാത്തിനും ഭയങ്കര ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതുണ്ട്. ഇതൊക്കെ അത് തിന്നുന്ന പുല്ല് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കളറിലുണ്ട്. അവിടെ അതാ കുറേ എണ്ണം ക്ലീൻ ചെയ്യുന്നു, മേലൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. നോക്ക് അടിപൊളി. ഇത് നോക്കുക, ആ താളിൻ്റെ ഇലയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഗ്രീൻ ആയിട്ടുള്ള കളറല്ലേ, ഇത് ശരിക്കും ഡാർക്ക് ബ്ലൂ, ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക്. അതാണ് കണ്ടോ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. ചെറുപ്പത്തിലെല്ലാം ഈ ഇല വെച്ചിട്ട് എന്തോരം കളിച്ചിട്ടുള്ളതാണ്, മഴക്കാലത്തെല്ലാം ഫുൾ ടൈം. പക്ഷെ ഇത് ഇങ്ങനത്തെ നല്ല രസമുള്ള കളറ്. ശരിക്കും ഗ്രീന് മാത്രം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചപ്പ് തന്നെ പച്ചപ്പ്. നിങ്ങൾ കുറേ പേര് കമൻറ്റ് ഇട്ട് കണ്ടു, കേരളത്തിൽ മാത്രമല്ല എല്ലാവിടെയും ഭയങ്കര പച്ചപ്പാണല്ലോ. അതുതന്നെയാണ്, നമ്മൾ ലോകത്തിൻ്റെ എല്ലാ കോണിലേക്ക് ഇറങ്ങി ട്രാവൽ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ നാട് അടിപൊളിയായിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. അതാണ് ഇവിടെയൊക്കെ കണ്ടില്ലേ. അവരത് അത്ര പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും നാച്ചുറലി അത് നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്. ഈ ഒരു സ്റ്റേ ഇല്ലേ, അവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ത് നൈസാണ്. വെള്ളമെല്ലാം ഒഴുകി പോകുന്ന സൗണ്ട് ഒക്കെ. അവിടെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഷ്റൂമൊക്കെ നോക്ക്, അടിപൊളി വാഷ്റൂം എല്ലാം. മിററും കണ്ടോ, മിററിൽ നോക്കുമ്പോൾ തന്നെ മിററിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ത് നൈസാ. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ചില്ലിൽ കുളിക്കാം, ഇവിടെ ഇരിക്കാം. ഇവിടെ അതെ ജാക്കൂസി ഉണ്ട്, രണ്ടുപേർക്കും ലാവിഷായിട്ട് ജാക്കൂസിയിൽ കുളിക്കാം. ഈ വ്യൂ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ നോക്കി കിടന്നാൽ അടിപൊളിയായിട്ടുണ്ടാവും. റൂം 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 സേ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു രസമുണ്ട് കാണാൻ. എങ്ങനെയാണെന്ന് അറിയണമല്ലോ. സി aquí bien 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 muy bien lindo sí. വലിയൊരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ തന്നെയാണ്. അവരത് പകുതി ക്ലീനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഫുള്ള് കഴിഞ്ഞിട്ടില്ല. തണുപ്പായതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള കുറേ പുതപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട്. ലൈറ്റും ഹീറ്ററും ഒക്കെ ഉണ്ട്. ഹീറ്റർ ഇല്ലാണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. ഉച്ച സമയത്ത് തന്നെ നല്ല തണുപ്പാണ്. കപ്പിൾസിനെല്ലാം ഹണിമൂണിന് വരാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. കാരണം ഫുൾ സൈലൻസ്, കാട്, ആരുടെയും ശല്യമില്ല. കംപ്ലീറ്റ് എന്താ പറയുക, ആ ഒരു വാഷ്റൂമിൻ്റെ ആ ഏരിയ ആണ് റൂമിനേക്കാളും വലുത്. കാരണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കാം, നല്ല രസമില്ലേ. കണ്ട ചുറ്റും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് തന്നെ കുറച്ച് നല്ല ലോങ് വരുന്നുണ്ട്. നൈസായിട്ടുണ്ട്.
ആൾ ഇതുവഴിയൊക്കെ എന്നെ ഇങ്ങനെ നടന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബോറടിക്കുന്നേ ഇല്ല, കാരണം നല്ല രസമുള്ള കാഴ്ചകളാണ്. കണ്ണിനിങ്ങനെ കുളിരാവുന്നു. മെയിനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇത്ര ഫീൽ ചെയ്യണമെന്നുണ്ടാവില്ല, കാരണം നല്ല തണുപ്പാണ്, നല്ല വെയിലുണ്ട്. വെയിലുണ്ടായിട്ടും നല്ല തണുപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നല്ല രസമാണ്. അതാണ് ഇങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. ഇത് എങ്ങോട്ടാ പോണേ? അതൊന്തേ വാസ് റിയോ സി റിയോ എന്ന് പറഞ്ഞ റിവറാണ്. റിവറിലേക്കാണ് നടന്നു പോകുന്നത്. സി ടയർ വെച്ചുണ്ടാക്കിയേക്ക് നോക്ക്, കണ്ടാ? Llanta, moto. സി ടയർ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കില്ല. ടയറൊക്കെ വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലേ? നല്ലതല്ലേ ഇത്? അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പൂച്ചകളെയും പട്ടികളെയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നോക്ക്, ഇത് പൂച്ചയാണ്. നോക്ക്, അതിനെ കൊണ്ടാ പോകുന്നു ട്രക്കിങ്ങിന്. അതിനെ ഇട്ടിട്ട് ഓക്കെ സി ഓ വെയിറ്റ് ഉണ്ടോ അത്? ഹെവി? നോ ഓക്കെ ഗോ ഓക്കെ. കാഴ്ചകളൊക്കെ കണ്ട് അതിനും ഇതുവഴി ഇങ്ങനെ നടക്കാം. കൊള്ളാം. പട്ടീനെ അങ്ങനെ ആക്കാൻ പറ്റില്ല, വലുതല്ലേ, ചെറുതായതുകൊണ്ട് ഓക്കെയാ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ റിവറിലേക്കാന്ന് തോന്നുന്നത്. റിയോ അതൊന്തേ റിയോ സി ഒരുപാട് ദൂരം പോകണം തോന്നുന്നു. എനിക്കാണെ വിശക്കണ, ഞാനൊന്നും തിന്നിട്ട് പോലും ഇല്ല. ഓ വെറും വെള്ളം കുടിച്ചിട്ട് ഞാൻ ട്രക്ക് ചെയ്യുന്നത്. ഫാസ്റ്റിങ് ചെയ്തിട്ട് ട്രക്കിങ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതാണ് എനിക്കൊന്ന് കുറേ ഉണ്ട് താഴത്തേക്ക്. എത്ര ഉണ്ടെന്ന് അറിയില്ല, കാരണം റിവർ താഴെയായിരുന്നു. ഈ കാണുന്നതാണ് ആ വോൾക്കാനോ. മുകളിൽ കണ്ടോ സ്നോ എല്ലാം ആയിട്ട്? നെവാദ ദെൽ തൊളിമ, അതാണ് അതിൻ്റെ പേര്. പോണ വഴിയൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ അതിൻ്റെ വേറെ പിക്ചർ കാണാം. നമുക്ക് നല്ല ഹൈറ്റിലാണ് അതുള്ളത്. ഇത് ജസ്റ്റ് എന്തോ ഒരു വീട്, ഇവിടെ ആൾതാമസം ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. കണ്ടോ, നല്ല വ്യൂ ആണ് എവിടെ നോക്കിയാലും. നമുക്ക് ഓരോ ഫോട്ടോസ് തന്നെ നല്ല രസമുണ്ട്. പോകുന്ന വഴി ഏതൊക്കെയോ ആണിത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫോട്ടോസ് കാണാം. നോക്ക്, അതാണ് അതിൻ്റെ ടോപ്പ്. ഇത്രയും ടോപ്പിലെത്തണം, ഈസി അല്ല, നല്ല ടാസ്ക് ഉണ്ട്. പഴയ കാലത്ത് എന്തോ ഫോട്ടോസൊക്കെയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റാ, കണ്ടില്ലേ? കൗബോയ് ടൈപ്പ്. പഴയ കാലത്ത് ഏതാ വില്ലേജ് ആണോ? ഓ ഈ ബാഗുവാന്ന് തോന്നുന്നു. ഇതെന്താ? ഇത് ടൈപ്പ് റൈറ്റർ ആണോ? ആ സാധനല്ലേ ദിസ് ടൈപ്പ് റൈറ്റർ? ദിസ് പണ്ട് ഇങ്ങനല്ലേ കീബോർഡ് മൗസൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടേക്കോ. പഴയ കാലത്തെ എന്താ ട്രെയിന് പോലത്തെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ വില്ലേജ്? അന്നും പള്ളിയുണ്ട്, പള്ളിയെല്ലാം വലുതാ. നോക്ക്, ആൾക്കാരെ കൊണ്ടുപോകുന്നത്, ഒരു പെണ്ണിനെല്ലാം പുറത്തിട്ട് കൊണ്ടുപോകുന്നതൊക്കെ. ഇതൊക്കെ പിന്നെയും കുറച്ചുകൂടെ മുന്നത്തെ. ഇത് വളരെ പഴയതാണ്. 1878 കാണിക്കുന്നത്. 1934 നോക്ക് ഇവിടെ ട്രെയിനെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അൽമാനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ഞാൻ നല്ല ടയർഡായി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വിശന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ആക്ച്വലി പുള്ളി എനിക്ക് റൂമിൽ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല. ഞാൻ പെട്ടെന്ന് അങ്ങനെ ആൾ പോയോണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു, അരേപ്പ ഉണ്ടായിരുന്നു എന്ന് പറയണ. Aquí comida arepa. Casa. Mi. Ne. This no. കണ്ടില്ല. ഇപ്പം മഴക്കാലമായിട്ടാന്ന് തോന്നുന്നു, അധികം ആരും ഈ വഴിയിലൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ? കുറേ മരം വെച്ചിട്ട് ഇരിക്കാനുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളല്ലാണ്ട് പോകുന്ന വഴിക്കൊന്നും ആരെയും കണ്ടതേ ഇല്ല. എൻ്റെ കാലിലൊക്കെ എന്തൊക്കെയോ പ്രാണികൾ കടിച്ചിട്ട് ചുമന്ന് റെഡായിട്ട് കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഡെക്കാത്ലോൺ ഉണ്ട്. ഡെക്കാത്ലോണിലെ സാധനങ്ങളാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിച്ച്, അപ്പോൾ ഡെക്കാത്ലോൺ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബൊഗോട്ടയിലാണ് ഉള്ളത്. പ്രൈസ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും, എന്നാലും ബെറ്റർ ആണ് ബാക്കിയുള്ള സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഇവിടെയിരിക്കുന്ന സ്റ്റിക്കും ഡ്രസ്സും പാൻറ്റും ഷൂവും ഒക്കെ അതാണ്. പിന്നെ തൊപ്പിയും കഴുത്തിലിട്ട സാധനമൊക്കെ തെമു. ഡെക്കാത്ലോൺ
Decathlon. 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 Sí. Decathlon, sí. Sí, sí. Me, this. Sí, Decathlon. 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 Yeah. Decathlon. Decathlon. എൻ്റെ പാൻറ്റും എല്ലാം ഡ്രസ്സും ജാക്കറ്റും ബേസ് പൗച്ചും ബാഗും എല്ലാം എൻ്റെ ഡെക്കാത്ലോണാണ്. ഇത് ആളുടെ കസിനാണ്, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. Welcome to Paradise, now El Tolima, en Sí. Vía de Montaña. Sí. Juan Carlos Ríos, nice to meet you. Okay. Welcome. Okay. Nombre. Juan Carlos Ríos Suárez. No. And you? Sí, sí. Yes. ¿Cómo te llamas? Juan Carlos. Carlos. Yes. കാർലസ്. സി ആഹാ. സി സി. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു ട്രക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഗൈഡാണ് ഇവർ രണ്ടുപേരും. കണ്ടോ, ഇതിലൂടെ ഒക്കെ വേണം ട്രക്ക് ചെയ്തിട്ട് പോകാൻ. ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കനും മഷ്റൂമാണ് പറഞ്ഞിട്ടുള്ളത്. പൊട്ടാറ്റോ റൈസ് ഉണ്ട്. അവർ ഫിഷാണ്. ഫിഷ് ഉണ്ടല്ലോ, ഏതാ സാൽമൺ. സാൽമൺ സാൽമൺ ഫിഷ് സാൽമൺ. പിന്നെ എന്താ വേറെ എന്തോ ഫിഷിന്റെ തന്നെ ചീസൊക്കെ ഇട്ടിട്ടുള്ള ഫുഡ്, അതാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡിന് ഇന്ത്യൻ റുപ്പി ഒരാൾക്ക് 1000 വെച്ചിട്ടാണ് ആയത്. ഞാൻ കഴിഞ്ഞ ദിവസം കുക്ക് ചെയ്തില്ലേ, അതിൻ്റെ സാധനങ്ങൾ മൊത്തം മേടിച്ചപ്പോൾ തന്നെ 2000 രൂപയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെയാണ് അങ്ങനെ ഒരു ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റിക് സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ മാത്രം വരുന്നത്. എന്നിട്ട് പോലും 1000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. യൂറോപ്പിലാണെങ്കിൽ അതുപോലത്തെ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു 7000 8000 $100 മിനിമം ആവും ഉറപ്പായിട്ടും. തിരിച്ചതായി നമ്മളിതിൽ കയറിയിട്ടുണ്ട്. ബാക്കിലെല്ലാം ആൾക്കാരുണ്ട്, അവരുടെ ഡോഗൊക്കെ എല്ലാം ഉണ്ട്. ഡോഗെല്ലാം അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. പിന്നെ അവിടെ പോകുമ്പോഴും ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെ കൊണ്ടുപോകട്ടോ. ഇത് 2 പേരുണ്ട്, അമ്മയും ഒരു കൊച്ചുണ്ട്. ആണല്ലേ, ഇതാണ് വ്യൂ. പക്ഷെ ഫുള്ള് ബ്ലറാണ്, ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ സ്ക്രാച്ചാ. അവിടുന്ന് തിരിച്ച് റൂമിലെത്തി. എന്നിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് ചെക്കൗട്ട് വരുന്നത്. അപ്പോൾ വൈകുന്നേരം എപ്പോഴാണ് ചെക്കൗട്ട് ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു 4:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നു. ആൾ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഫോൺ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. 6 മണിയായപ്പോൾ ആണ് നമ്മൾ ഇറങ്ങിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന ടൗൺ ഉണ്ടല്ലോ, അങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്ന് ആള് വീട്ടിലേക്ക് പോകുന്നത്. ഞാനിനി എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ ബാഗേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പോയി ഇറങ്ങാൻ പോകുന്നത്. കുറച്ച് വലിയ ടൗൺ ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ഇറങ്ങുന്നത്. ഇവിടെ കണ്ടില്ലേ പെൺകുട്ടികൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്, അത് ഭയങ്കര കോമൺ ആണ്. നമുക്കിപ്പോൾ ഒരു 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 ആൺകുട്ടികളും 5 പെൺകുട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. ഈ ബാഗേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ് എടുത്തു. അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ന് രാത്രി ഹിച്ചൈക്ക് ചെയ്യാനാണെങ്കിൽ സേഫ് അല്ല, കൊളംബിയ ഒട്ടും സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിച്ചൈക്ക് ചെയ്യാനും പറ്റൂല. പിന്നെ ഇവിടെ ടെൻ്റ് അടിക്കാനാണെങ്കിലും കുറച്ച് വലിയ സിറ്റിയാണ്, ടെൻ്റ് അടിക്കാനും പറ്റില്ല, രാത്രി കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിത് അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നെയ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് പിന്നെ ബസ് മാറി കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. 1 ലക്ഷം ഇതാണ് ആയിട്ടുള്ളത്. എന്താ പറയുക, പെസോസ്, കൊളംബിയൻ പെസോസ് ആണ് ആയിട്ടുള്ളത്. 1 ലക്ഷം ഇന്ത്യൻ റുപ്പി 2200 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരു 430 കിലോമീറ്റർ ഉണ്ട് ബസ്സിൽ. പക്ഷേ 2 കണക്റ്റിംഗ് ബസ്സാണ്, മാറി കയറണം. അപ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നത്തെ ഉറക്കം ബസ്സിൽ കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും എന്തായാലും, അല്ലാണ്ട് പറ്റില്ല. ഇന്നെന്താ അറിയില്ല, ഭയങ്കര ടയർഡ് ഫീൽ ചെയ്യുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ $100 ചേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ക്യാഷൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പോകാൻ. കാരണം എൻ്റെ കയ്യിലാണെങ്കിൽ കാർഡില്ല, കാർഡ് എക്സ്പയർ ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം. അപ്പോൾ അതുകൊണ്ട് കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ഡോളേഴ്സാണെങ്കിൽ 20 വെച്ചിട്ടാണ്. ബാങ്കിൽ പോയി മാറ്റുമ്പോൾ കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്തായാലും നോക്കി നോട്ടെ. ഞാനിനിയിപ്പോൾ ഇവിടുന്ന് രാവിലെ 5 മണി വരെയും ബസ്സിൽ തന്നെ ആയിരിക്കും. ആളിതാ പോവാണ് ആളുടെ വീട്ടിലേക്ക്. ഞാൻ ലോങ് ജേണിക്കും പോവാണ്. ഓക്കെ, ഗ്രാസിയസ്, ബൈ. മുച്ചോ ഗ്രാസിയസ്. സി. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഓക്കെ, ബൈ ബൈ. സി. ആളിടയ്ക്കിടയ്ക്ക് എനിക്ക് ഉമ്മ തരും. സി, ഗ്രാസിയസ്. രാവിലെ ഒരു 5 മണിയായപ്പോൾ ഞാനിവിടെ എത്തി ബസ്സിൽ. ബസ് ഇന്നലെ ഒരു 12 മണിയായപ്പോൾ നെയ്ബ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് അടുത്ത ബസ്സിൽ കയറിയത്.
ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് തലവേദനിക്കുക, ഛർദ്ദിക്കാൻ വരിക, വയറുവേദന എടുക്കുക, എന്തോ ആയി. ഞാൻ വാഷ്റൂമിലെല്ലാം പോയിട്ട് എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. വയറുവേദന എടുത്തിട്ട് ഗ്യാസ് കയറിയതാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഉച്ചയ്ക്ക് കഴിച്ചതാണ്, രാവിലെയും കഴിച്ചിട്ടില്ലല്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് ആകെ ഒരു നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വെള്ളം മാത്രം കുടിച്ചു. പിന്നെ ഒരു കേക്ക് മേടിച്ചായിരുന്നു, ആ കേക്കാണ് ഞാൻ കഴിച്ചത്. ആ കേക്ക് ഭയങ്കര ഒരു നോർമൽ കേക്കാണ്, മിൽക്കും ഇതൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ആ ഓയിൽ വേറൊരു ടേസ്റ്റായിരുന്നു. അതിൻ്റെ ആണോ എന്താണെന്നറിയില്ല. എനിക്ക് ഭയങ്കര വയറുവേദനയും വൊമിറ്റ് ചെയ്യാൻ വരലും ലൂസ് മോഷനും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങും, പിന്നെ അപ്പം തന്നെ കയറും. ഇവിടെയാണെങ്കിൽ പൈസ കൊടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് വയ്യ തീരെയെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഇവിടെ ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കൊണ്ടുപോയപ്പോൾ തന്നെ അവർ ആദ്യം ഇതിടണമെന്ന് പറഞ്ഞു, ഡ്രിപ്പ് ഇടണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഒന്നാമത് ഒറ്റയ്ക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാം. പിന്നെ $100 ഡ്രിപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഭയങ്കര മോശമാണ്, മെഡിക്കൽ സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ പോലെ സേഫ് അല്ല. അതുകൊണ്ട് തന്നെ അയ്യോ എനിക്ക് മിണ്ടാൻ തന്നെ വയ്യ എപ്പോഴും. ഞാൻ എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഒന്നും വേണ്ട, ഞാൻ കുറച്ച് നേരം ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ ഇരുന്ന് എനിക്കിപ്പം മിണ്ടാനെങ്കിലും പറ്റണ്ട, അപ്പോൾ മിണ്ടാൻ പോലും പറ്റില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ട്രാൻസ്ലേറ്റിൽ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് അവിടെ കിടന്നു കുറച്ച് നേരം. എന്നിട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് കൂടുതൽ വൊമിറ്റ് ചെയ്യാൻ ഒരു തോന്നൽ, ബർപ്പിങ്ങും ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ എണീച്ചിരുന്നു അവിടെ. അപ്പോൾ അവർ എന്തോ ഒരു ടൈപ്പ് ചായ, ഗ്രീൻ ടീ ഒക്കെ പോലെ ഒരു ടീ കൊടുന്നു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്, ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഈ വൊമിറ്റ് ചെയ്യാനുള്ള തോന്നലും ഇതൊക്കെ മാറും, അതിനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കുടിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നാലും കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പാണത്, ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പും. രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് സമയം. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ കണ്ടോ ബർപ്പിങ് വരുന്നത്. എനിക്ക് തണുക്കുകയും ചെയ്യുന്നു, നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. എന്തോ പറ്റിയെന്നറിയില്ല. എനിക്ക് സാധാരണ അങ്ങനെ അങ്ങനെയൊന്നും വരാത്തതാണ്. എന്ത് ഫുഡ് കഴിച്ചാലും വയറിനൊന്നും അങ്ങനെ പ്രശ്നം വരാത്തത്. ഇപ്പം എന്താ ഉണ്ടായേ? ആ കേക്ക് കഴിച്ചതിൻ്റെയാണോ അതൊന്നും കഴിക്കാത്തതുകൊണ്ടാണോ? ഒന്നും കഴിച്ചിട്ടില്ല. വേറെ കേക്കല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ? ജസ്റ്റ് ഞാൻ ഇന്നലെ ഒരു അവിടുന്ന് ഒരു 400 കിലോമീറ്ററോളം ഞാൻ ബസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഒരു ട്രൈബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അതെവിടെയാണ് എക്സാക്റ്റ് ആയിട്ടെന്ന് നോക്കണം, എന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിവിടെ തന്നെ കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് ഞാൻ എവിടേക്കെങ്കിലും ബസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഏതെങ്കിലും സ്ഥലം നോക്കിയിട്ട് ബസ് എടുത്ത് കഴിഞ്ഞാൽ ബസ്സിലെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. പക്ഷേ റോഡ് ഇങ്ങനെ കറങ്ങിയിട്ടുള്ള റോഡാണെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള തോന്നൽ കൂടുതലായിരിക്കും. അതാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്കറിയില്ല. എന്തോ ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയ്യാണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ ചെയ്യാനറിയില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്.